ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എല്ലാവർക്കും വീട്ടിൽ ചെയ്തു വെക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഓവൻ ഇല്ലാതെയും ഓവനിലൊക്കെ ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ആദ്യം ഇതിലേക്കായിട്ട് കുറച്ച് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് വേണം കേട്ടോ. ചെറിയ പീസാണെങ്കിൽ ഒരു 3 പീസ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ 2 മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചോപ്പറിലിട്ടിട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ മിക്സർ ജാറിലിട്ട് ഒന്നങ്ങ് കറക്കിയെടുത്താലും മതിയാവും. ഇനി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഗരം മസാല പൊടി കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇത്തിരി ഉണ്ട്, 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. നോക്കിയിട്ട് പിന്നെ എടുത്താൽ മതിയാവും. ഇനി കുറച്ച് ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇട്ടങ്ങ് മിക്സ് ആക്കി എടുത്താലും മതിയാവും ബാക്കിയുള്ളത്. അടുത്തത് ഇനി ഒരു സവാള അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഒരുപാട് അരിയല്ല, എന്നാലും ഒന്ന് ഒതുക്കിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ നല്ലോണം പിഴിഞ്ഞിട്ട് അതിലത്തെ ഒരു വെള്ളം കളയണം കേട്ടോ. വെള്ളം കളഞ്ഞതിന് ശേഷം തന്നെ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ പാസ്ലി ലീവ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ച് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ആണെങ്കിൽ അതായാലും മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കി എടുക്കണം. കൈ കൊണ്ട് തന്നെ ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി തിരുമ്മി മിക്സ് ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലൊരു സ്മോക്ക് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ചാർക്കോൾ കത്തിച്ചിട്ട് അതിലേക്ക് ഒരു തുള്ളി നെയ്യോ ഓയിലായിട്ട് ഉറ്റിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ രീതിയിൽ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്കിത് കബാബാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് ആദ്യം ഓവനിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാനിൽ ചെയ്യുന്നത് നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ കബാബ് സ്റ്റിക്കൊന്നും ഇല്ലാതെ തന്നെ ഓവനിലൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ആ ഓവനിൽ വരുന്ന ട്രെയിൽ ഒരു ഇത്തിരി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഒരു ബട്ടർ പേപ്പർ എന്തായാലും വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകും, കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കിട്ടാനായിട്ട്. എന്നിട്ട് റെഡിയാക്കി വെച്ചുള്ള ഒരു ചിക്കൻ്റെ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു ഇത്തിരി മാറ്റി വെക്കുന്നുണ്ട് പാനിലൊന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതൊന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി ഒരു സ്പാച്ചിൽ ഉണ്ടെങ്കിൽ അതിലൊരു ഇത്തിരി ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒതുക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഷേപ്പാക്കി എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കും. ഒരു ഇത്തിരി ഓയിൽ അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്യാനിപ്പോൾ ഓവനിലെ ട്രേ തന്നെ വേണമെന്നില്ല കേട്ടോ, നമ്മൾ കേക്ക് ടീനിലൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഏത് സൈസിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതിയിട്ട്. ഇതുപോലെ മെഷർമെൻറ്റ് വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അങ്ങ് വരയിട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് അങ്ങ് അമർത്തി ഈ ഒരു ഷേപ്പും കൂടെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ സാധാരണ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കബാബ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിലേക്ക് ഏകദേശം കിട്ടാനാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു ഇത്തിരി ഓയിലോ അല്ലെങ്കിൽ നെയ്യായിട്ട് ജസ്റ്റ് കുറച്ച് മധുരം ചെറിയൊരു അളവിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ OTG ഓവനിൽ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. ഒരു 200 ഡിഗ്രിയിൽ തന്നെയാണ് നമ്മളൊരു ഏകദേശം ഒരു 25-30 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ സെയിം നമുക്ക് എയർ ഫ്രൈയിലും ചെയ്തെടുക്കുക, കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം കുറച്ചുകൂടി റെഡ് കളറായി കിട്ടാൻ സമയം എടുക്കുന്നുണ്ടെങ്കിൽ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തിയാൽ മതിയാവും. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടുകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ എടുക്കാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇതിങ്ങനെ വെറുതെ സിമ്പിളായിട്ട് ഗ്രീൻ ചട്നിയൊക്കെ ഉണ്ടാക്കി അതിലേക്ക് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുബൂസിലൊക്കെ വെച്ച് നല്ലൊരു സാൻഡ്വിച്ച് പോലെയൊക്കെ ആക്കി എടുക്കാം കേട്ടോ. കുബൂസിൽ അല്ലെങ്കിൽ ചപ്പാത്തിയിലൊക്കെ റോൾ ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ സോസും കൂടെയൊക്കെ കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഷവർമ സോസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ സിമ്പിളായിട്ട് നമ്മളൊരു മയണൈസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മയണൈസിൽ ഇത്തിരി ടൊമാറ്റോ കെച്ചപ്പും കൂടി മിക്സ് ആക്കിയിട്ട് അതുകൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓവനും എയർ ഫ്രയർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് പാനിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കയ്യിൽ ആദ്യം കുറച്ചൊരു ഓയിലൊന്ന് തടവി കൊടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ചെറിയൊരു ബോൾ എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിലൊക്കെ അങ്ങ് ആക്കിയെടുത്താൽ മതിയാവും. എത്ര വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലാക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ചെറിയൊരു സ്പൂൺ അല്ലെങ്കിൽ സ്പാച്ചിലായിട്ട് വെച്ച് ചെറുതായിട്ട് അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗി ആയിക്കോളും. എന്നിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വളരെ കുറഞ്ഞ അളവിൽ മതി കേട്ടോ. ഇനി ഈ ഒരു കബാബ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആദ്യത്തെ 2-3 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. തീ കൂട്ടി വെക്കണ്ട, ഇതുപോലെ പെട്ടെന്ന് അങ്ങ് കളർ മാറിപ്പോകും. ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി വേവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടും. ലാസ്റ്റ് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഒന്നങ്ങ് കളർ മാറ്റിയെടുത്താൽ മതിയാവട്ടെ. അപ്പോൾ കറക്റ്റ് കുക്കാവും ചെയ്യും, കറക്റ്റ് ഒരു കളറൊക്കെ മാറി കിട്ടിക്കോളും. ഇനി കുറച്ചുകൂടെയൊക്കെ ബട്ടറിൻ്റെ ഒക്കെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സമയത്ത് ഒരു ഇത്തിരി എടുക്കുന്നതിന് മുമ്പ് ഇത്തിരി ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടോ എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇത്ര തന്നെ ലോട്ട് പരിപാടി. ഇനി കബാബ് സ്റ്റിക്ക് ഇല്ലെങ്കിലും വീട്ടിൽ OTG അല്ലെങ്കിൽ എയർ ഫ്രയർ ഒന്നും ഇല്ലെങ്കിലും പാനിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടേസ്റ്റി റെസിപ്പിയാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി എന്തായാലും അന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്